الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تصعر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ ഒരു അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ അവധി ദിവസങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലും ആലോചനകളിലുമാണ്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച വലിയ അമാനത്താണ്, അള്ളാഹു നമ്മിലൂടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായ ആസൂത്രണങ്ങളും തീരുമാനങ്ങളും അജണ്ടകളും അതിനനുസരിച്ചുള്ള അധ്വാനങ്ങളും ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായത്തോടെയും അനുഗ്രഹത്തോടെയും റബ്ബിന്റെ തൗഫീഖ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലും വിജയങ്ങളിലും എത്തിക്കുവാൻ, നമ്മുടെ മക്കളെ കൺകുളിർക്ക കണ്ടുകൊണ്ട് തന്നെ മരണപ്പെടുവാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് അനേകം ആളുകൾ മക്കളില്ല എന്ന വേദന അനുഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തിൽ, കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും, കുറ്റങ്ങളുണ്ടായാലും കുറവുകളുണ്ടായാലും പോരായ്മയുണ്ടായാലും കാണാൻ ഭംഗിയില്ലെങ്കിലും, എനിക്കൊരു കുഞ്ഞുണ്ടായെങ്കിൽ, എന്റേതെന്ന് പറയാൻ ഒരു മകനുണ്ടായെങ്കിൽ, മകളുണ്ടായെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, കൊതിയോടുകൂടെ അതിന് കാത്തിരിക്കുന്ന അനേക മനുഷ്യർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, പരിചയങ്ങളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അവരാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കളെന്ന് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ദമ്പതികളാണ്. ഒരു വേനലവധിയിൽ സാധാരണ നമ്മൾ നടത്തുന്ന ഒരു സംസാരമുണ്ട്. ഈ 2 മാസം കടന്നു പോവുക എന്ന് പറയുന്നത്, ഈ 2 മാസം കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്, വലിയ പ്രയാസമാണ് എന്ന് നമ്മൾ സാധാരണ വർത്തമാനങ്ങളിൽ പരസ്പരം പങ്കുവെക്കാറുണ്ട്. അവധിയായി സ്കൂളിൽ പോകാതെ മക്കൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരെങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. സഹോദരങ്ങളെ, കുട്ടികളെന്ന് പറയുന്നത് ഒരു മുതിർന്ന 20 വയസ്സ് കഴിഞ്ഞ, 40 വയസ്സ് കഴിഞ്ഞ, 50 വയസ്സ് കഴിഞ്ഞ ആളുകളെ പോലെ പക്വത കാണിക്കേണ്ടവരല്ല. കുട്ടികൾ അത് വീട്ടിലാണെങ്കിലും അഥവാ പള്ളിയിൽ വന്നാലുമൊക്കെ കുട്ടികളുടേതായ പ്രായത്തിനനുസരിച്ച പ്രകൃതങ്ങൾ അവർ പ്രകടിപ്പിക്കും. നമുക്കതിൽ അസ്വസ്ഥതകൾ ഉണ്ടാകേണ്ടതില്ല, വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും. മക്കളൊക്കെ പള്ളിയിൽ വരുമ്പോ
അവരൊന്ന് ഓടിയാൽ, അവരൊന്ന് നടന്നാൽ, എഴുന്നേറ്റാൽ, ചിരിച്ചാൽ, കളിച്ചാൽ, പള്ളിയിലൊക്കെ അങ്ങനെ പാടുണ്ടോ എന്ന് വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരുണ്ട്. നമ്മളെപ്പോലെ പള്ളിയിൽ കയറി വരുമ്പോ ഒതുവെടുത്ത് ചെല്ലാനുള്ള ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഭക്തിയോടുകൂടെ കയറി വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നാൽ ആ കുട്ടി കുട്ടിയല്ലാതായി മാറും. ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വത നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. വീട്ടിലും അവർ അവരുടേതായ കുട്ടിത്തങ്ങളും അതിന്റെ പ്രകടനങ്ങളും അതിന്റെ പ്രകൃതങ്ങളും ഒക്കെ അവർ പ്രകടിപ്പിക്കണം. അപ്പോഴാണ് അവർ കുട്ടികളാകുന്നത്. അത് അല്ലാഹു നൽകിയ പ്രകൃതമാണ്. എന്താണ് മക്കളുമായി ബന്ധപ്പെട്ട് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? അധികമായി സ്കൂളിലും കോളേജിലും പോകുന്ന കാലങ്ങളിൽ നിന്ന് അധികമായി ഒരു വാപ്പ എന്താണ് ഈ 2 മാസം തന്റെ കുട്ടിക്ക് അധികമായി നൽകുക? ഒരു ഉമ്മ എന്താണ് തന്റെ കുട്ടികൾക്ക് ഈ 2 മാസക്കാലം ഉണർന്നിരിക്കുന്ന അധിക മണിക്കൂറുകളും നമ്മളോട് വിട്ടുനിൽക്കുന്ന കലാലയങ്ങളിൽ, കോളേജുകളിൽ, സ്കൂളുകളിൽ ഒക്കെ കുട്ടികൾ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 60 ദിവസം മക്കൾ നമ്മളോടൊപ്പമാണ്. വാപ്പയിൽ നിന്ന് എന്താണ് ഒരു കുട്ടിക്ക്, ഉമ്മയിൽ നിന്ന് എന്താണ് ഒരു കുട്ടിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടാനുള്ളത്? എന്താണ് കിട്ടുക? നമ്മുടെ ഒരു പ്ലാൻ എന്താണ്? നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ആസൂത്രണം നമ്മൾ ആലോചിച്ചു വെച്ചിട്ടുള്ളത് എന്ത് കാര്യങ്ങളാണ്? സാധാരണഗതിയിൽ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ആ 2 മാസത്തിലും എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞയച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അധികമായി കിട്ടാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതിലൊന്നും തെറ്റില്ല. പക്ഷേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വമിൻ ദുർരിയാതിനാ ഖുറത അയ്യുൻ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവെ കൺകുളിർമ നൽകണേ, മക്കളിൽ നിന്ന് കൺകുളിർമ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ നട്ട വൃക്ഷത്തിൽ നിന്ന് എനിക്ക് ഫലം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മൾ നട്ട വൃക്ഷം നാളെ 2 കൊല്ലം കഴിയുമ്പോ, 4 കൊല്ലം കഴിയുമ്പോ, 10 കൊല്ലം കഴിയുമ്പോ നന്നായി കായ്കനികൾ ഉണ്ടായി അത് ആസ്വദിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോ അതിന്റെ അടിയിൽ പോയി ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊടുത്ത് വളം നൽകാൻ നമ്മൾ മറന്നു പോകരുത്. പരിചരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ചെടി പോലും കായ്ച്ച് നമുക്ക് കൺകുളിർമ നൽകുന്നത്. മക്കൾക്ക് പരിചരണങ്ങൾ ഉണ്ടാകണം. നമ്മൾ പെറ്റു, നമ്മൾ അവനെ പോറ്റി, നമ്മൾ അവന് ഭക്ഷണം കൊടുത്തു, നമ്മൾ അവനെ വളർത്തി വലുതാക്കി. ആ കുട്ടിയുടെ ഓരോ ശരീരത്തിന്റെ ഓരോ സൂക്ഷ്മമായ അംശങ്ങളും നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമാണ്. അതിൽ തർക്കങ്ങളൊന്നുമില്ല. ആ കുട്ടിയുടെ മാനസിക വളർച്ചയിൽ നമുക്ക് പങ്കുണ്ടാകണം. ആ കുട്ടി മുതിർന്ന് വളർന്ന് വലുതായി വരുമ്പോ ആ കുട്ടിയെ സ്വാധീനിച്ചവരിൽ ഞാനുണ്ടാകണം. എന്റെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്തവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകണം. എല്ലാ മാതൃകകളും എന്നിൽ നിന്ന് കിട്ടാൻ മാത്രം ഒരു വലിയ മനുഷ്യനായി മാറാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷെ എന്റെ കുട്ടിക്ക് ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് എന്നിൽ നിന്ന് മോഡലുകൾ ഉണ്ടാകണം, മാതൃകകൾ ഉണ്ടാകണം. ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് മാതൃകകൾ ഉണ്ടാകണം. ഞാൻ എന്റെ വാപ്പയോടൊപ്പം ജീവിച്ചതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു എന്റെ വാപ്പയെ. അവർക്ക് 40 വയസ്സാകുമ്പോ, അവർക്ക് 50 വയസ്സാകുമ്പോ, അവർക്ക് 70 വയസ്സാകുമ്പോ, നമ്മൾ അന്ന് ഈ ഭൂമിയിലില്ല. പക്ഷേ 50 വയസ്സിലും 60 വയസ്സിലും ഇരുന്നിട്ട് ആ മക്കൾ പറയണം, ഞാൻ ഓർക്കുന്നു എന്റെ ഉപ്പയെ. എന്റെ ഉപ്പ പറഞ്ഞിട്ടാണ്, എന്റെ ഉമ്മ പറഞ്ഞിട്ടാണ്, എന്റെ ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടാണ്, എന്റെ ഉമ്മ കാണിച്ചു തന്നിട്ടാണ്, എന്റെ വാപ്പ അന്ന് അങ്ങനെ എന്നെ ശിക്ഷിച്ചതുകൊണ്ടും എനിക്ക് ശിക്ഷ നൽകിയത് കൊണ്ടുമാണ് എന്ന നല്ല ഓർമ്മകൾ എത്ര വളർന്നു വലുതായാലും മക്കളുടെ മനസ്സുകൾക്കകത്തുണ്ടാകണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കതിനാവശ്യമായ ശിക്ഷണങ്ങളും മാതൃകകളും നൽകാൻ പറ്റിയ ദിവസങ്ങളാണ് അവധിക്കാല ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഓതിയ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ലുക്മാനിൽ ലുക്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നതാണ്. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലുക്മാൻ അലൈഹിസ്സലാം ആരംഭിക്കുന്നത്. വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ. പരിശുദ്ധ ഖുർആൻ ലുക്മാൻ നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറയുന്നത്, ലുക്മാനെ നാം ഹിക്മത്ത് നൽകി, തത്വജ്ഞാനം നൽകി, അറിവ് നൽകി, വിവരം നൽകി. എന്താണ്? അനിഷ്കുർ ലില്ലാഹ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അല്ലാഹുവിന് നന്ദി കാണിക്കണമെന്ന, അള്ളാഹുവിനോട് കൃതജ്ഞത പ്രകടിപ്പിക്കണമെന്നൊരു ബോധം, അതിനുള്ള അറിവും വിജ്ഞാനവും ഒക്കെ നാം ലുക്മാന് നൽകുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ്
പരിശുദ്ധ ഖുർആൻ ലുഖ്മാൻ നബി അലൈഹിസ്സലാം വഇദ ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള ഒരു ബോധം ലുഖ്മാന് നാം നൽകുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം പ്രകടിപ്പിച്ച ഒരു നന്ദിയെ പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. അതെന്താണ്? തന്റെ കുട്ടിയെ സംസ്കരിക്കുക എന്ന് പറയുന്ന ഒരു നന്ദി പ്രകടനം. നമുക്ക് തന്ന മകനെ, നമുക്ക് തന്ന മകളെ നന്നാക്കുകയും നല്ല സ്വഭാവം കൊടുക്കുകയും അവർക്ക് നല്ല സംസ്കാരം കൊടുക്കുകയും അവരോട് നല്ലത് പറയുകയും നല്ല ശിക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ്. അള്ളാഹ് തന്നൊരു അനുഗ്രഹത്തിന് റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കുകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അള്ളാഹു ഒരിക്കലും ഒരു പഴച്ച കുട്ടിയെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഒരു കുട്ടി കേടുവന്നു പോകുമ്പോ കൗമാരപ്രായത്തിലുള്ളവർ, നമ്മൾ പറയും കൗമാരപ്രായത്തിലുള്ളവർ പഴച്ചു പോവുകയാണ്, തോന്നിയാസങ്ങളിൽ പെടാൻ, അധാർമികതകളിൽ പെടാൻ, അവർ ലഹരി ഉപയോഗിക്കുകയാണ്, അവർ അങ്ങേയറ്റത്തെ നീച പ്രവർത്തനങ്ങളിൽ പോയി പെടാൻ എന്നൊക്കെ നമ്മൾ പരാതി പറയും. സഹോദരങ്ങളെ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നൽകിയ 10 കാര്യങ്ങൾ, എല്ലാം പറയാൻ സമയം നമ്മൾ അനുവദിച്ചുകൊള്ളുന്നില്ല. 10 കാര്യങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചു. ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു എന്ന് പറയുന്ന പദം വഅല. ലുഖ്മാൻ തന്റെ മകനോട് വയല് പറഞ്ഞു എന്നാണ്. വയല് നമ്മൾ സാധാരണ മതപ്രഭാഷണത്തിനാണ് വയല് എന്ന് പറയാം. വഅല് എന്ന് പറയുന്നത് ഉപദേശമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ, 10 കാര്യങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നുണ്ട്. ഒരു പ്രഭാഷണത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്, ഒരു പ്രസംഗത്തിലൊക്കെ വരുന്ന വിഷയങ്ങളാണ്. ഒരു മിമ്പറിൽ വേണമെങ്കിൽ 10 വെള്ളിയാഴ്ച നിങ്ങളോട് നിന്ന് വിശദീകരിക്കാവുന്ന കണ്ടന്റാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്നത്. യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. നമ്മളെ കൊണ്ട് വിളിക്കാൻ പറ്റുന്ന നല്ല സ്നേഹം പ്രകടമാകുന്ന രീതിയിലുള്ള അഭിസംബോധനയാണ് മക്കൾക്ക് നമ്മൾ നൽകേണ്ടത്. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ മോനെ എന്നല്ല, കുഞ്ഞുമോനെന്നാണ്. കുഞ്ഞുമോനെ, പൊന്നുമോനെ, കുട്ടിയെ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വാപ്പയുടെ സ്നേഹം പ്രകടമാകുന്ന രീതിയിലുള്ള അഭിസംബോധനകൾ നമുക്ക് കാണാം. യാ ഫാത്തിമ എന്ന് വിളിക്കാതെ റസൂൽ അതിന്റെ കൂടെ ഒരു കഷ്ണം ചേർക്കും. യാ ഫാത്തിമ എന്ന് റസൂൽ വിളിക്കുന്നിടത്തൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് റസൂൽ ഫാത്തിമ ബി വിളിക്കുമ്പോ യാ ഫാത്തിമ ഹിത്അതു കബദി എന്ന് ചേർത്ത് വിളിക്കും. ഹിത്അതു കബദി എന്ന് പറയുന്നത് എന്റെ കരളിന്റെ കഷ്ണമേ എന്നാണ്. എന്റെ കരളിന്റെ കഷ്ണമേ എന്ന വാല് ചേർത്താണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തന്റെ മകൾ അഭിസംബോധന ചെയ്യാറുള്ളത്. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ടാണ് മകനോട് ലുഖ്മാൻ അലൈഹിസ്സലാം സംസാരിക്കുന്നത്. ലാ തുശ്രിക് ബില്ലാ, ഒന്നാമത് പറയുന്നത് ലാ തുശ്രിക് ബില്ലാ. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. ഇന്ന ശിർക ലളുൽമുൻ അലീം. നമ്മൾ നമ്മുടെ മക്കൾക്ക് വിശ്വാസപരമായ ഒരു സംശുദ്ധി അത് പകർന്നു കൊടുക്കണം. നാളെ നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകുന്ന, പിഴച്ചു പോകുന്ന അരുതായ്മകളിലും അബദ്ധങ്ങളിലും, വിശ്വാസരംഗത്ത് അരുതായ്മകളിലും അബദ്ധങ്ങളിലും ഭീകരമായ തെറ്റുകളിലും വീണുപോകുന്ന സാഹചര്യം നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകരുത്. നമ്മളത് നമ്മുടെ കുട്ടികളോട് അഖീദയെ പറ്റി പറയണം. അള്ളാനെ മാത്രമേ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ജാറത്തിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, ഖബറിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് നമ്മൾ നമ്മുടെ മക്കളോട് വാപ്പാന്റെ നാവ് കൊണ്ട് മക്കളോട് പറയണം. നമ്മുടെ സംസാരങ്ങളിൽ ഇത് വരണം. നമ്മൾ മദ്രസയിൽ ചേർത്തിയിട്ടില്ലേ എന്ന് സമാധാനിക്കരുത്. വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോൾ ഞാൻ എന്റെ കുട്ടിനെ കൂട്ടി, കുടുംബത്തെ കൂട്ടി, എല്ലാരും അവിടുന്ന് വയല് കേൾക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ സമാധാനിക്കരുത്. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നത് പോലെ അള്ളാനെ കുറിച്ച് നമ്മൾ മക്കളോട് വർത്താനം പറയണം. റബ്ബിനെ കുറിച്ച് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ശിർക്ക് വരരുതേ, അത് അപകടമാണ് എന്ന അറിവ് വാപ്പാന്റെ അടുക്കൽ നിന്ന് മക്കൾക്ക് കിട്ടണം. ഉപ്പയിൽ നിന്ന് കുട്ടികൾക്ക് അത് കിട്ടണം. അം കുന്തും ശുഹദാ ഇത് ഹളറ യഅഖൂബൽ മൗത്ത്. മരണാസന്നനായി കിടക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം എല്ലാ കുട്ടികളെയും വിളിച്ചുകൂട്ടി, മക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാ തഅബുദൂന മിൻ ബഅദി. മരണാസന്നനായി കിടക്കുകയാണ്. അം കുന്തും ശുഹദാ ഇത് ഹളറ യഅഖൂബൽ മൗത്ത്. മരണാസന്നനായ നേരത്ത് തന്റെ മക്കളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് യാക്കൂബ് മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി,
നിങ്ങൾ എന്റെ കാലശേഷം ആരെയാണ് നിങ്ങൾ ആരാധിക്കുക? അവർ പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹ വ ഇലാഹ ആബാഇക്. അവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആരെയാണ് ആരാധിക്കേണ്ടത്. അത് മക്കളെ കൊണ്ട് ഒരിക്കൽ കൂടി പറയിപ്പിച്ചിട്ടാണ്, ബോധ്യം കൊടുത്തിട്ടാണ്, ആ അറിവ് പകർന്നു കൊടുത്തിട്ടാണ് അവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മരണപ്പെടുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറയുന്ന വളരെ ഗൗരവപ്പെട്ട തിന്മയെ മക്കളോട്, നമ്മുടെ സ്വന്തം മക്കളോട് ഉമ്മയും വാപ്പയും എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം എന്നൊരറിവാണ് ഒന്നാമതായി ലുക്മാൻ അലൈഹി ഇസ്ലാം നമുക്ക് നൽകുന്നത്. രണ്ടാമത്തത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ലുക്മാൻ അലൈഹി സ്വലാം പറയാണ്, കുഞ്ഞുമോനെ, തീർച്ചയായും ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാൽ പോലും, എന്നിട്ട് അതൊരു പാറക്കെട്ടിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയിരുന്നാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. എന്താ അങ്ങനെ പറയുന്നത്? എന്ത് അറിവാണ് കുട്ടിക്ക് അതിലൂടെ ലുക്മാൻ അലൈഹി സ്വലാം കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും, എവിടെ പോയാലും, എങ്ങനെ ജീവിച്ചാലും, എവിടെ കുളിച്ചാലും, ഈ ഇരുട്ടിൽ ചെയ്താലും, പകല് ചെയ്താലും, വെളിച്ചത്ത് ചെയ്താലും എല്ലാം അല്ലാഹു അറിയും. അള്ളാന്റെ അറിവിൽപ്പെടാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതൊരു ബോധമായി, ഇതൊരു അറിവായി, ഇതൊരു വിജ്ഞാനമായി മക്കളുടെ മനസ്സുകൾക്ക് നമ്മൾ കൊടുക്കണം. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ പലപ്പോഴും കുട്ടികളെ നന്നാക്കാൻ എന്താണ് മാർഗം എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ്. എന്റെ കുട്ടീനെ നന്നാക്കാൻ മാർഗം എന്തുണ്ട് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന മാർഗങ്ങളാണിത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് അഖീദ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ആ കുട്ടി ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഖുർആനും ഹദീസും ദീനുൽ ഇസ്ലാമും ആ കുട്ടിന്റെ കാര്യത്തിൽ ഒരു ജാമ്യം നിൽക്കൂല. പഴച്ചു പോകുകയോ നശിച്ചു പോകുകയോ ഏതെങ്കിലും നിലക്ക് ഇല്ലാതായി പോകുക, അതിലൊന്നും ഒരു ധൈര്യവും ഖുർആൻ തരൂല. ജാറത്തിന്റെ അടുത്ത് പോകാത്ത, ഖബറിന്റെ അടുത്ത് പോകാത്ത, മരിച്ചവരോട് പ്രാർത്ഥിക്കാത്ത, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നുറപ്പുള്ള മക്കളായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാറ്റിയെടുക്കുക, വളർത്തുക. അത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ബോധം എന്താണ്? രണ്ടാമത്തെ ബോധം എന്ന് പറയുന്നത്, സ്വകാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, രഹസ്യമായി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കടുകുമണി തൂക്കത്തിന്റെ അളവുള്ള ഒരു സാധനം, അതൊരു പാറക്കെട്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും അള്ളാഹ് അത് പുറത്തു കൊണ്ടുവരും എന്തിനാണ് ലുക്മാൻ അലൈഹി ഇസ്ലാം ഒരു കുട്ടിയുടെ ഭാഷയിൽ സംസാരിക്കുന്നത്? നമ്മൾ എത്ര സ്വകാര്യമായി ചെയ്താലും, എത്ര രഹസ്യമായി എന്തൊക്കെ ചെയ്താലും അതറിയുന്ന, കാണുന്ന, ആ പ്രവർത്തനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന, അത് നിരീക്ഷിക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന അറിവ് നൽകി മനുഷ്യന്റെ, ഒരു കുട്ടിയുടെ മനസ്സിന്റെ തർബിയത്ത് നിർവഹിക്കാൻ, തസ്കിയത്ത് നിർവഹിക്കാണ് അവിടെ ലുക്മാൻ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ഒരു ബോധം എന്താ? തെറ്റിപ്പോകാതിരിക്കാൻ. വാപ്പ കാണില്ല, അമ്മ കാണില്ല എന്ന് കരുതിയിട്ടാണല്ലോ തെറ്റിലേക്ക് പോകുക. വാപ്പ കണ്ടാലും കണ്ടില്ലെങ്കിലും, ഉമ്മ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നാട്ടുകാരോ എളാപ്പേ മൂത്താപ്പേ കുടുംബത്തിൽപ്പെട്ടവരോ ആരും അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ഈ കാര്യം എന്റെ റബ്ബ് അറിയുന്നുണ്ട് എന്നുള്ള ബോധം ശക്തമായ രീതിയിൽ മക്കളുടെ മനസ്സുകൾക്കകത്ത് വളരെ കൃത്യമായി നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളിലൂടെ നിർവഹിക്കേണ്ടത് എന്നാണ് ലുക്മാൻ അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. എത്ര ചെറിയതാണെങ്കിലും ആ പ്രവർത്തനങ്ങളെ അള്ളാഹ് നിരീക്ഷിക്കും, അള്ളാഹു അതറിയും, അള്ളാഹു അത് രേഖപ്പെടുത്തും, അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് നൽകുകയും ചെയ്യും എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമത് 3, 4, 5, 6 കാര്യങ്ങൾ അടുത്ത വചനത്തിലാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ് സ്വലാ. യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ് സ്വലാ. ഇത് വാപ്പ പറയണം മോനോട്, വാപ്പ പറയണം മോനോട്, കൽപ്പിക്കണം. അഖിമിസ്വല എന്ന് പറയുന്നത് അമ്രുഫിയയിലാണ്, അത് കൽപ്പനാക്രിയ, അന്വേഷണമല്ല. അത് നിസ്കരിച്ചോ, പള്ളി പോയിന്നോ എന്നുള്ള ചോദ്യമല്ല, പള്ളിയിലേക്ക് നീ പോകണം എന്ന കൽപ്പനയാണ്. വാപ്പാന്റെ അമ്രാണത്, അത് വാപ്പാന്റെ കൽപ്പനയാണ്. തെറ്റിക്കാൻ പാടില്ലാത്ത, തെറ്റിച്ചാൽ ശിക്ഷിക്കപ്പെടുന്ന അതീവ ഗൗരവത്തോടുകൂടെ വാപ്പ വീട്ടിലെ കുട്ടിക്ക് നൽകുന്ന കൽപ്പനയാണ് അഖിമിസ്സലാ. നിസ്കാരം നിർവഹിക്കണം. ആദ്യകാലത്ത് കുട്ടി നിസ്കരിക്കേണ്ടത്
ബാപ്പാനെ ഭയന്നിട്ട് തന്നെയാണ്. അതിനാണ് ശിക്ഷിക്കണം എന്ന് പറയുന്നത്. അള്ളാനെ പേടിച്ചിട്ട് നിസ്കാരം ഉണ്ടാണ് കാലത്ത് നിസ്കരിച്ച പോലെ. സുബൈക്ക് കുട്ടിയെ വിളിക്കുമ്പോ ഇപ്പൊ വെക്കേഷനാണ്, അപ്പൊ അവര് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പരീക്ഷന്റെ സമയത്തൊക്കെ നേരത്തെ എണീക്കും, സുബൈ നിസ്കരിച്ച് അത് കഴിഞ്ഞ് കുറെ സമയം വായിച്ച് അല്ലെങ്കിൽ ട്യൂഷന് പോയി, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ സ്കൂളില്ല, മദ്രസയില്ല, കുറച്ചിനെ കിടന്നോട്ടെ എന്ന് പറയുന്ന നമ്മളുടെ ഒരു കനിവിന്റെ, നമ്മുടെ ഒരു സ്നേഹത്തിന്റെ, നമ്മുടെ ഒരു കരുതലിന്റെ ഒരു ഭാഗം കുട്ടികളോടുണ്ട്. സുബഹിസ്കാരത്തിന്റെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അത് നമ്മൾ നമ്മുടെ മക്കളോട് പ്രകടിപ്പിക്കരുത്. നമസ്കാരം നമ്മൾ ഒഴിവ് കൊടുക്കരുത്. നമ്മളായിട്ട് നമസ്കാരത്തിന് സമയം മാറ്റി കൊടുക്കരുത്. എപ്പോഴാണ് എണീക്കുന്നതെങ്കിൽ അപ്പൊ നിസ്കരിച്ചാൽ മതി. കുട്ടി വന്ന് ചോദിക്കണം, ഞാൻ ക്യാമ്പിൽ പോയി, ഇപ്പൊ ക്യാമ്പിൽ ക്ലാസ് എടുത്തപ്പോ ആ ക്ലാസ്സിൽ ആള് പറഞ്ഞല്ലോ, ഇന്ന ആള് വന്ന് ക്യാമ്പിൽ ക്ലാസ് എടുത്തു, അപ്പൊ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് എഴുന്നേൽക്കുന്നവന്റെ സുബഹിയുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാണ് അയാളുടെ സുബഹിയുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നീ തെറ്റിദ്ധരിച്ചതാണ്. അതിന്റെ മുമ്പ് ഉസ്താദ് ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഉറക്കത്തിൽ പെട്ടാൽ എല്ലാ കാലത്തേക്കും എപ്പോഴത്തേക്കും പ്രായോഗികമായ ഒരു നിയമം പറയാതെ, സുബഹിന്റെ സമയത്താ, സുബഹിക്കൊരു സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ ഉണർന്ന് എണീച്ച് പള്ളിയിൽ പോയി നിസ്കാരത്തെ പങ്കെടുക്കണം. ഇനി അതിനൊരാൾക്ക് പറ്റിയില്ല, ഒരാൾ ഉറക്കത്തിൽ പെട്ടുപോയി, അറിഞ്ഞില്ല സുബഹിന്റെ സമയം, അപ്പൊ അയാൾ എന്താ ചെയ്യേണ്ടത്? സുബഹിന്റെ സമയം തെറ്റി സൂര്യൻ ഉദിച്ചുപോയല്ലോ എന്ന് കരുതി സുബഹിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. അതിന് പണ്ഡിതന്മാർ പറയുന്നതാണ്, ഒരാൾക്ക് അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയാൽ അയാൾ ഉണർന്നെഴുന്നേൽക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അയാളുടെ സുബഹിയുടെ സമയം. അല്ലാതെ ഉറക്കത്തിൽ പെട്ടുപോയി എന്ന കാരണം കൊണ്ട് അന്ന് സുബഹി തീരെ വേണ്ടെന്ന് വെക്കരുത്. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാനിത് പറഞ്ഞെന്തിനാ വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു കരുതൽ കൊടുക്കും, ഒരു സ്നേഹം കൊടുക്കും. കുറച്ചേരം ഉറങ്ങിക്കോട്ടെ, വൈകിയാണ് കിടന്നത്, അല്ലെങ്കിൽ കുറേ ദിവസം പരീക്ഷയ്ക്ക് കണിച്ചിങ്ങനെ രാവിലെ നേരത്തെ എണീച്ചല്ലേ, ട്യൂഷനൊക്കെ പോയിന്നല്ലേ, ബുദ്ധിമുട്ടല്ലേ, കുട്ടി സുബഹി നേരത്തൊന്ന് കടന്നുവിടും. അങ്ങനെ നമ്മൾ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ പരിശീലിപ്പിക്കരുത്. നിങ്ങളുടെ കുട്ടിയോട് അഖിമിസ്സുല കൽപ്പിക്കണം. നിങ്ങൾ കുട്ടിയോട് നിർബന്ധമായി, ഒരു നിർബന്ധ കർമ്മമായി അതിനെ മാറ്റണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. കുട്ടിനോട് പറയണം, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. നല്ലത് ചെയ്യാൻ വേണ്ടി ആളുകളെ നീ പ്രേരിപ്പിക്കുകയും തെറ്റിൽ നിന്ന് ആളുകളെ നീ പിന്തിരിപ്പിക്കുകയും ചെയ്യണം. നല്ലത് ചെയ്യുന്ന കൂട്ടായ്മകളോടൊപ്പം നീ നിൽക്കുകയും തിന്മ തടയുന്ന കൂട്ടായ്മകളോടൊപ്പം നീ ഉണ്ടാവും വേണം. പൊതുപ്രവർത്തനങ്ങളിൽ നിന്റെ പങ്കുണ്ടാകണം, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്റെ പങ്കുണ്ടാകണം, മതപ്രബോധനങ്ങളിൽ നിന്റെ ഇത് നിങ്ങളുടെ മക്കളോട് പറയണം. നമ്മളെന്താ പറയാ, പഠനമൊക്കെ കഴിഞ്ഞ്, സ്കൂളും കഴിഞ്ഞ്, കോളേജും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയിട്ട് എന്തിനെങ്കിലുമൊക്കെ തിരിഞ്ഞാൽ മതി, അതുവരെ എന്റെ ഉത്തരവാദിത്തം എന്റെ പഠനം തന്നെയാണ്. അങ്ങനെ നമ്മൾ പറയരുത്. നമ്മൾ അവന് ആയുസ് 60 വയസ്സ് വരണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കരുത്. അള്ള കൽപ്പിച്ച കാര്യങ്ങൾ നമ്മളായിട്ട് മുടക്കം വരുത്തരുത്. ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു ഉത്തരവാദിത്തമാക്കിയതും ബാധ്യതയാക്കിയതും വാപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ റദ്ദ് ചെയ്യരുത്. എന്റെ കുട്ടി നമസ്കാരം നിർവഹിക്കണം എന്നതുപോലെ പ്രധാനാണ് വഅ്മുർ ബിൽ മഅറൂഫ്. മോനെ നീ നന്മ കൽപ്പിക്കണം. ആരാ നന്മ കൽപ്പിക്കേണ്ടത്? ഓരോ വിശ്വാസിയും നന്മ കൽപ്പിക്കണം. ഓരോ വിശ്വാസിയും തിന്മയെ തടയണം. എന്താ നന്മ കൽപ്പിക്കുക, തിന്മയെ തടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ മറ്റുള്ള മനുഷ്യരോട് നല്ലത് പറയുകയും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നബിമാർ ചെയ്ത ഒരു ഉത്തരവാദിത്തമാണത്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. എന്തിനാ നബിമാര് വന്നത്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നത്. അത് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് കൽപ്പിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ നീ തടയുകയും ചെയ്യണം. വസ്ബിർ അലാ മാ അസ്വാബക്. ആറാമതായി ലുക്മാൻ അലൈഹിസ്സലാം പറയുന്നത് വസ്ബിർ അലാ മാ അസ്വാബക്. ഇത് കുട്ടികൾക്ക് നല്ല ശിക്ഷണമായി കൊടുക്കണം. എന്താണോ ചുറ്റുപാട്, എന്താണോ സാഹചര്യം, അതിനനുസരിച്ച് ജീവിക്കാനുള്ള ശിക്ഷണം കുട്ടികൾക്ക് നൽകണം. നമ്മള് കുട്ടിന്റെ ആഗ്രഹമല്ലേ എന്ന് പറയുമ്പോ, അടുത്ത വീട്ടിലുണ്ട്, കൂട്ടുകാരന് കിട്ടിയിട്ടുണ്ട്, കൂട്ടുകാരിക്ക് കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സിൽ ഇവനല്ലാത്ത 12 കുട്ടികളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ വാങ്ങിക്കൊടുക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നതാണോ? നമ്മുടെ വീട്ടിൽ കഴിയുന്നതാണോ? നമ്മുടെ വീടിന്റെ സാഹചര്യം അതാണോ? ആഗ്രഹങ്ങളെന്തും വസ്ബിർ, ആ കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കണം, ക്ഷമിക്കണം. അലാമ അസ്വാബക, സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ജീവിക്കാനുള്ള ക്ഷമ കുട്ടിക്ക് പരിശീലനായി കൊടുക്കണം. ആഗ്രഹിച്ചതെന്തും നേടിക്കൊടുക്കുന്ന, ഞാൻ എന്റെ കുട്ടിനോട് നോ പറയാറില്ല. ആൾക്കാർ പറയും
കുട്ടികൾ ഒരു ആഗ്രഹം പറയുമ്പോ ഞാൻ അതിന് തടസ്സം നിൽക്കാറില്ല. ഞാൻ എന്റെ കുട്ടിയോട് നോ പറയാറില്ല. കുട്ടിയോട് ഒരു വാപ്പ നോ എന്ന് പറയാൻ ഇല്ല, അല്ല, തരില്ല, പാടില്ല, വാങ്ങില്ല, വാങ്ങിത്തരില്ല എന്ന് മക്കളോട് പറയാൻ വാപ്പമാർ പരിശീലിക്കണം. വസ്ബിർ, നീ ക്ഷമിക്കണം. അലാമാ അസ്വാബക, എന്താണോ ചുറ്റുപാട്, എന്താണോ സാഹചര്യം, അതിൽ ക്ഷമ ഉണ്ടാകണം. അവനവന്റെ വീടിന്റെ സാഹചര്യം ജീവിക്കാനുള്ള ഒരു ശിക്ഷണം മക്കൾക്ക് പഠിപ്പിക്കണം. അതിലേറെ ആഗ്രഹിക്കാതെയും അതിന്റെ അപ്പുറം ചിന്തിക്കാതെയും കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് വാപ്പയിൽ നിന്ന് മക്കൾക്ക് കിട്ടണം. എന്താണോ ഉള്ളത്, വീട്ടിലുള്ളത് എന്താണോ, വീട്ടിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മക്കളെ പരിശീലിപ്പിക്കണം. എല്ലാ ഞായറാഴ്ചയും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ഫാമിലി ഉണ്ടാവും. എല്ലാ ഞായറാഴ്ചയും വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്ന അയൽവാസികൾ ഉണ്ടാവും. അത് നമ്മുടെ വീട്ടിൽ പറ്റുമോ? നമ്മുടെ വീട്ടിൽ കഴിയോ? അത് കുട്ടി അറിയണം. നമുക്കതിന് പറ്റുമോ? നമ്മളെ കൊണ്ട് അതിന് കഴിയുമോ? നമ്മുടെ സാമ്പത്തിക ശേഷി അതാണോ? നമുക്കത് അതില്ലാത്ത ചുറ്റുപാടാണോ? അത് കുട്ടി അറിയണം. നമ്മുടെ വാഹനം ഏതാണ്? കുട്ടിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഭാര്യയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടിൽ അതിനുള്ള തോക്കത്തുണ്ടോ? നമുക്കതിനുള്ള വരുമാനമുണ്ടോ? അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശീലം. അത് ഡ്രസ്സിന്റെ കാര്യത്തിലായാലും വാഹനത്തിന്റെ കാര്യത്തിലായാലും വീടിന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും വസ്ബിർ അലാമാ അസ്വാബക്, എന്താണോ ചുറ്റുപാടും സാഹചര്യം, എന്താണോ പടച്ചോൻ തന്ന ഒരു ചുറ്റുപാടും ഒരു സാഹചര്യം ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് ജീവിച്ചിട്ട് കടം വരുത്തി വെക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. മക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി, മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് സഹിച്ച് കടം വാങ്ങി വലിയ കടബാധ്യത വന്ന് തകർന്നു പോവുക. അങ്ങനെ ഒരു രീതിയൊന്നുമില്ല ജീവിതത്തില്. എന്താ ഉള്ളത് എന്നുള്ളത് നമ്മുടെ മക്കളെ തുറന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് വീട്ടിലത്തെ സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വരുമാനം. ഇന്നിന്ന പണാണ് കിട്ടുന്നത്, വാപ്പാക്കിന്നതാണ് ജോലി, ഇത്രയാണ് കിട്ടുന്നത്, മാസത്തിലെ ഇത്രയാണ് നമുക്ക് ചെലവ് വരുന്നത്. അപ്പുറത്തെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയൊക്കെ വരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് അവർ ജീവിക്കുക. ഇപ്പുറത്തെ വീട്ടിൽ കുടുംബത്തിൽ ജ്യേഷ്ഠന്റെ മക്കൾ, അനുജന്റെ മക്കൾ, അമ്മായിയുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കെയിലുണ്ട്, ഓരോ വരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് അവിടുത്തെ ജീവിതം. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. അതിന്റെ കാരണങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് ധാരാളിത്തം പാടില്ല, അമിതവ്യയം നമുക്ക് പാടില്ല, നമുക്ക് ഒരുപാട് ചെലവഴിക്കാൻ പാടില്ല. ഉള്ളതെന്താണെങ്കിൽ അത് നമ്മൾ സന്തോഷിക്കണം. അതിൽ നമ്മൾ ആഹ്ലാദം കണ്ടെത്തണം. അതിൽ നമുക്ക് തൃപ്തി ഉണ്ടാകണം. വസ്ബിർ അലാമാ അസ്വാബക, ഇത് വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് ശിക്ഷണമായി കിട്ടണം. അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നത് മാത്രമല്ല, ആ കുട്ടിയുടെ ജീവിതം തകർന്നു പോകും. വളർന്നു വലുതാകുമ്പോ എങ്ങനെ സമ്പാദിക്കണം, എത്ര ചെലവഴിക്കണം എന്നറിയാത്ത കുട്ടിയെ വളർത്തിവിട്ടാൽ കിട്ടുന്നതിനനുസരിച്ചല്ല ചെലവഴിക്കേണ്ടത് എന്നൊരു അധ്യാപനം ജീവിതം കൊണ്ട് കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ, എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച വീട്ടിലേക്ക് മന്തി വാങ്ങിക്കൊണ്ടുവരാം. എല്ലാവർക്കും അത് കഴിയില്ല. എല്ലാ ആഴ്ചയിലും പുറത്തു കൊണ്ടുപോയി ഒരു ഔട്ടിങ്ങും ഒരു ഭക്ഷണം കഴിക്കലും അതെല്ലാവർക്കും കഴിയില്ല. എല്ലാ മാസവും കുട്ടികളെല്ലാരും കൂടെ കൂട്ടി ഒരു ടൂർ പോകല് അതെല്ലാവർക്കും കഴിയില്ല. കഴിയുന്നവരുണ്ടാകും, അങ്ങനെ പോകുന്നുണ്ടാവും. കുട്ടികൾ അതിന്റെ മാതൃക പറയും. അവർ പോകുന്നുണ്ടോ, ഇവര് ചെയ്യുന്നുണ്ടോ, അവര് കഴിക്കുന്നുണ്ടോ, അവരുടെ രീതി കണ്ടോ, ഇങ്ങനെ കുട്ടികൾ പറയും. ആ കുട്ടിയോട് അവരെ പോലെ നമുക്ക് ജീവിക്കാം എന്നല്ല പറയേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ വരുമാനത്തിനനുസരിച്ചാണ്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. അതിന്റെ അപ്പുറത്ത് വരുന്ന പ്രയാസങ്ങളോ വസ്ബിർ അലാമാ അസ്വാബക്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷമിച്ച് സഹിച്ച് ജീവിക്കാൻ കഴിയണം എന്നുള്ളൊരു പാഠം മക്കൾക്ക് ഉമ്മ പകർന്നു കൊടുക്കണം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടണമെന്ന് അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വർത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ നോട്ടുണ്ടാകണം. എന്റെ കുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത്, അവനെങ്ങനെയാണ് ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവന്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് അവൻ ആളുകളോട് സംസാരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാം. എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാവുമ്പോൾ മാത്രമാണ്. ഒരു കുട്ടി അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്നത്
സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് വലിയ വിവാദമായിട്ട് അത് നമ്മൾ വലിയ ചർച്ച ചെയ്യാം. നമ്മുടെ കുട്ടി എങ്ങനെയാണ് മുതിർന്നവരോട് സംസാരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ കുട്ടി എങ്ങനെയാണ് ഉമ്മാനോട് വർത്താനം പറയുന്നത്, വാപ്പാനോട് എങ്ങനെയാണ് കുട്ടി വർത്താനം പറയുന്നത്, ചെറിയ കുട്ടി മൂത്ത കുട്ടിയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഇടപഴകുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും തമ്മിൽ നടക്കുന്ന സംസാരങ്ങളുടെ രീതി എന്താണ്, എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി, നീ നിന്റെ ആളുകളുടെ നേർക്ക് നിന്റെ മുഖം കോട്ടരുത്, കവിള് കോട്ടരുത്. ആളുകളെ ബഹുമാനമില്ലാത്ത രീതിയിൽ ആളുകളോട് നീ പെരുമാറരുത്. ലുക്മാൻ അലൈഹിസ്സലാം മകനോട് പറയാണ്, നീ നിന്റെ കവിൾ കോട്ടരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് മുതിർന്ന ആൾക്കാരോട് പെരുമാറുമ്പോ മോശമായ രീതിയിൽ നീ പെരുമാറരുത്. വലാ തംശി ഫിൽ അർളി മറഹ, നീ ഒരിക്കലും അഹങ്കാരത്തോടെ പൊങ്ങച്ചത്തോടുകൂടെ ഭൂമിയിൽ നടക്കരുത്. വലിയ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള നിലക്ക് ആളുകൾക്കിടയിൽ ഒരു പൊങ്ങച്ചം നടിച്ചുകൊണ്ടുള്ള ഒരു നടത്തം മകനെ നിനക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാ പ്രതികരിക്കേണ്ടത്. ഇതൊക്കെ കുട്ടിക്ക് ബാപ്പ തന്റെ വർത്തമാനത്തിലൂടെ ഓരോന്നായി ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിങ്ങനെ നമ്പർ ഇട്ട് 1, 2, 3, 4, 5, 8, 10 എന്നിങ്ങനെ എണ്ണാൻ കഴിയുന്നത് ഓരോന്നും എണ്ണിപ്പെറുക്കി ലുക്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നതുകൊണ്ടാണ്. വലാ തംശി ഫിൽ അർളി മറഹ, നീ ഒരിക്കലും ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. ഇതെല്ലാം പറയണമെങ്കിൽ ഇതിന്റെ എല്ലാം മോഡലായി വാപ്പാക്ക് മാറേണ്ടി വരും. ഇതെല്ലാം മാതൃകയായി ഉമ്മന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വരും. മുതിർന്ന ആളുകളിൽ നിന്ന് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഇതൊക്കെ കൊണ്ടുവന്നാലേ കുട്ടിയോട് ഇത് പറയാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുള്ളൂ. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളായ ധാർഷ്ട്യം നടിക്കുന്ന പൊങ്ങച്ചക്കാരായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അവസാനമായി ലുക്മാൻ അലൈഹിസ്സലാം കുട്ടിയോട് പറയുന്നത് വഖ്സിദ് ഫീ മശീക് വഅഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. 10 കാര്യങ്ങൾ. 9ാമത്തത് വഖ്സിദ് ഫീ മശീക്, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക. അഹങ്കാരം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പൊങ്ങച്ചം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നടത്തം പാടില്ല എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വഖ്സിദ് ഫീ മശീക, നടത്തത്തിൽ ഒരു ധൃതിയാകാതെ ഒരു മിതത്വം പാലിക്കുക. നടന്നു പോകുമ്പോൾ എങ്ങനെ സ്റ്റെപ്പ് വെക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കാണ് കുട്ടിക്ക്. നടക്കുമ്പോ എങ്ങനെ സ്റ്റെപ്പ് വെക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കാണ്. എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു മകന്റെ വിഷയത്തിൽ വാപ്പ ഇടപെടുന്നത്, എങ്ങനെയാ നടക്കേണ്ടത്. വഖ്സിദ് ഫീ മശീക, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക. വഅഗ്ളുദ് മിൻ സൗതിക, നീ നിന്റെ ശബ്ദത്തെ ഒതുക്കി സംസാരിക്കുക. വഅഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദത്തിൽ നീ അത് ശബ്ദം താഴ്ത്തുക. ബഹളം വെച്ചുകൊണ്ട് ഒച്ചട്ട് വർത്താനം പറയരുത്. ഉച്ചത്തിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ബഹളം വെച്ചുകൊണ്ട് വർത്താനം പറയരുത്. മിൻ സൗതി, നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തുക. നടത്തത്തിൽ മിതത്വം പാലിക്കുക. പൊങ്ങച്ചം കാണിക്കാതിരിക്കുക. ആളുകളോട് അഹങ്കാരത്തോടുകൂടെ പെരുമാറാതിരിക്കുക. ഓരോ കാര്യങ്ങളും ലുക്മാൻ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടിക്ക്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്, നമുക്ക് ഉത്തരവാദിത്തമായി തന്നതാണ്. നിങ്ങൾ ആ കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച കുട്ടികളെ നരകത്ത് നിങ്ങൾ രക്ഷപ്പെടുത്തുക. നിങ്ങൾ അതിനുള്ള പണിയെടുക്കണം. അതിനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാണ്. സ്വന്തം മക്കളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ അതിന് അധ്വാനിക്കണം. അതിന് അല്ലിമു ഔലാദക്കും അദ്ദീൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന ആയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാണ്. അല്ലിമു ഔലാദക്കും അദ്ദീൻ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നിങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതാണ്. അവരുടെ ഉത്തരവാദിത്തം നമുക്കാണ്. അവരോടുള്ള സംസാരത്തിലും അവരോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ദീൻ ഉണ്ടാകണം. ദീൻ, അവരുമായുള്ള സംസാരങ്ങളിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാകണം. നമ്മൾ കുടുംബം ഇരിക്കുന്ന സമയത്ത് ആ കുടുംബ വർത്തമാനങ്ങളിൽ
ദീൻ ഒരു വിഷയമായി, മതപരമായ കാര്യങ്ങൾ ഒരു വിഷയമായി, ഖുർആനും ഖുർആനിന്റെ നിയമങ്ങളും റസൂലുള്ളാഹിയും റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളും വീട്ടിനകത്തുള്ള മക്കളും നമ്മളും തമ്മിലുള്ള വർത്തമാനങ്ങളിലെ ഒരു ചർച്ചാ വിഷയമായി ആയത്തുകളും ഹദീത്തുകളും ദീനും ദീനിന്റെ മര്യാദകളും ഒക്കെ കടന്നു വരണം എന്നൊരു സന്ദേശമാണ് ലുഖ്മാൻ അലൈഹി ഇസ്ലാം നമുക്ക് പകർന്നു നൽകുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരീ സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല ശിക്ഷണം നൽകാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന നല്ല മക്കളായി, നല്ല സന്താനങ്ങളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു അതിനാവശ്യമായ അറിവും കഴിവും പരിസരവും സാഹചര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നരകമോചനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കാലശേഷവും നമുക്കും നമ്മുടെ ദീനിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വന്നു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ കുടുംബങ്ങളോടൊപ്പം സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.